ഇവര് പറഞ്ഞ അഡ്രസ്സുള്ള സ്ഥലത്ത് പോയി അങ്ങനെ ഒരു വീടുണ്ടോ എന്ന് അന്വേഷിച്ചു. അവിടെ ഇങ്ങനെ മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അത് സത്യമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഇതിൽ വന്നു. അവളുടെ മരണം ആത്മഹത്യയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കാതെ അവൾ പിൻവാങ്ങി. അവളെ വീണ്ടും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കി കഥ കേൾക്കാനുള്ള ക്യൂരിയോസിറ്റിയിൽ വീണ്ടും വിളിച്ചു. വീണ്ടും ഒരു സോള് ഇതിലേക്ക് വന്നു. പക്ഷെ അത് ഇവളുടെ ആയിരുന്നില്ല. അതൊരു കുറച്ചുകൂടി പ്രായമുള്ള ഒരു സ്ത്രീയുടെ ആത്മാവായിരുന്നു. അവര് പറഞ്ഞ കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി അവരുടെ മകൻ വിവാഹം കഴിക്കാനിരുന്ന കുട്ടിയായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞിട്ട് വിവാഹം തീരുമാനിച്ചിരിക്കുന്നു. ആ മുൻപ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞു. മകനിൽ നിന്ന് തന്നെയാണ്. മകനും അത് കമ്മിറ്റ് ചെയ്തു. പക്ഷെ കല്യാണത്തിന് ഗർഭിണിയായിട്ട് വരുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ത്രീയും ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ അമ്മയും ഗർഭം അലസിപ്പിക്കാൻ ഒരു ഡോക്ടറെ സമീപിച്ചു. ഇവര് പറയുന്ന കഥ ആ ഡോക്ടർ അബോർട്ട് ചെയ്യാൻ വന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ്. തിരിച്ചു വന്ന് ഈ അമ്മയോട് മാത്രം പറഞ്ഞു അവള് സൂയിസൈഡ് ചെയ്തു. അവള് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവള് സൂയിസൈഡ് ചെയ്തു എന്ന് ആർക്കും അറിയില്ല. മകൻ വിചാരിക്കുന്നത് എന്തോ അവനോടുള്ള ഒരു തെറ്റിദ്ധാരണയുടെ വേദിയാണ്. പിന്നെ അവളുടെ വീട്ടുകാര് അവൻ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെയുള്ള പേടിയിൽ ഈ മകനും സൂയിസൈഡ് ചെയ്തു. ഈ 2 മരണങ്ങൾക്ക് ശേഷം താനും അതിനൊരു കാരണമായല്ലോ എന്നുള്ള ദുഃഖത്തിൽ ഈ അമ്മയും സൂയിസൈഡ് ചെയ്തു. അന്നത്തെ ആ ഡോക്ടറുടെ നമ്പർ നമുക്ക് തന്നു. ഹോസ്പിറ്റലിന്റെ പേരും നമ്പറും തന്നു. സത്യത്തിൽ ഇത് ഒരു ആത്മാവാണ് നമ്മളോട് സംസാരിച്ചതെങ്കിൽ ഈ നമ്പർ ശരിയായിരിക്കണമല്ലോ. എന്നിട്ട് അന്ന് രാത്രി 12 മണിക്ക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഈ കിട്ടിയ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ അപ്പുറത്ത് റിസപ്ഷനിസ്റ്റ് ഈ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു.